ഒരിക്കലും ഈ വീടിന്റെ പടി ചവിട്ടാനൊക്കെ ഗതികേട് വരുത്തല്ലേ പറഞ്ഞ പോയിരുന്നത്. പക്ഷെ അങ്ങനെ എത്തിയേക്കാൻ പാടില്ല കേട്ടോ, മോശമാണ്. ഇനിയോ ഈ പഠിച്ചെന്റെ സ്കൂളുണ്ടെന്ന് തോന്നുന്നു, അത് പറയാം. ചില റീലിൽ കണ്ടിട്ടുണ്ട് നമ്മൾ പഠിച്ചിറങ്ങിയ ശേഷം സ്കൂൾ വൻ വിജയമായിട്ട് പോകുന്നു. ഹലോ ഹാഡേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായി സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ ദിവസമായി ലോങ് വീഡിയോ എടുത്തിട്ട് ഇവരെ വീഡിയോയിൽ ചേർത്തിയതാ പ്രശ്നം. എല്ലാരും പറയും സായിമോനെ വീഡിയോയിൽ കാണിക്കുന്നില്ല കാണിച്ചതാ പ്രശ്നം. ബാക്കിയുള്ളവരെ വീഡിയോസിൽ കാണാത്ത എന്താന്ന് വെച്ചാൽ ഓൻ അധികം പുറത്തിറങ്ങാത്ത ആളാണ്. അവനറിയാത്ത ഒരു ബുക്കിൽ ഇങ്ങനെ സൈലന്റ് ആരെയും വലിയ ഡിസ്റ്റർബൻസ്. അപ്പൊ പറയാം ആ കുട്ടിക്ക് എന്തോ മാനസിക ബുദ്ധിമുട്ട്. ഒരു മാനസികമല്ല, നിങ്ങൾ പിന്നെ നേരിട്ട് കാണാനിട്ടാണ്. മാനസികം ഉണ്ട്, വയ്യ, തലക്ക് വയ്യ, അത്രേ ഉള്ളൂ. ആ പ്രശ്നമുള്ളൂ, അല്ല മാനസികമായിട്ടൊന്നുമില്ല. ഒരു പ്രശ്നമല്ല. അത് നമ്മള് എല്ലാരും ഒരേപോലെ വൈബായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവണം നിർബന്ധമല്ലല്ലോ. ചില ആൾക്കാർ കുറച്ച് ഭംഗി ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ എന്റെ കുട്ടി പണ്ട് ചെറുപ്പത്തിൽ ഭയങ്കര വൈബായിരുന്നു. ഇപ്പൊ കുറച്ച് ഒരു 1, 2, 3, 4 വയസ്സ് വരെ. 4 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു +1 +2 കുടിക്കുമ്പോ വലിയ വൈബാവും അല്ലേ കുട്ടിയെ? ഇപ്പൊ ഓനിങ്ങനെ സൈലന്റ് എന്താ ചാടി നോക്കിയിരിക്കണം, അങ്ങോട്ട് നോക്കിയിരിക്കും, ക്യാമറയൊക്കെ നോക്ക്. ഇതാണ് പിന്നെ വീട്ടിൽ കാണിച്ചാലും ഈ ഇങ്ങനെ ഈ ചുണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് 2 കോന്ത്രമ്പല് ഇങ്ങനെ ഉള്ള കാരണം കൊണ്ട് ചിരിക്കാൻ വയ്യ. പ്രശ്നം ഇതൊന്ന് അടങ്ങി നിൽക്കുമോനെ. അങ്ങനെ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മള് കുറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, ലോങ് വീഡിയോ ഇട്ടിട്ട് കുറെ ദിവസമായി. പക്ഷെ നമുക്ക് കുറെ കൂട്ടുകാർ നമ്മളടുത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളെ കാണാനില്ലല്ലോ. അത് ഞാന് ഓക്കെ നല്ല മടി ഓക്കെ. അപ്പൊ അങ്ങനെ ചില കൺഫ്യൂഷനും കുറച്ച് പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ അല്ലല്ലോ. മൈൻഡ് തീരെ ഓക്കെ അല്ലായിരുന്നു. മൈൻഡും ഓക്കെ അല്ലാത്ത കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഏകദേശം നമുക്കങ്ങനെ മൈൻഡ് ഡിസ്റ്റർബ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം നമുക്ക് നമ്മളെ കായ് വേണ്ടേ, ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ ഫാമിലി നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ഷോർട്സ് ഒക്കെ ഇടയ്ക്ക് ഇട്ടിരുന്നു അല്ലേ? ഷോർട്സ് വീഡിയോ കിട്ടിയിരുന്നു. നമുക്ക് ഇലക്ഷൻ ആണല്ലോ. എനിക്ക് വോട്ടിനുള്ളത് വളാഞ്ചേരിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് വോട്ടിന് പോകണം, വോട്ട് ചെയ്യാൻ വേണ്ടി പോകണം. കാരണം വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പറഞ്ഞാൽ ഞാൻ പാകിസ്ഥാനിക്ക് പോകണം. അതെ, ഓൾക്ക് വോട്ടർ ലിസ്റ്റിൽ ഇപ്രാവശ്യം പേരില്ല. പക്ഷെ അടുത്ത ഇലക്ഷന് വോട്ടർ ലിസ്റ്റിൽ ചേർത്താന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ സെറ്റാക്കാന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ മാത്രമല്ല, ഇന്ന് ഇവർക്കൊന്നും വോട്ടില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളിന്ന് വളാഞ്ചേരി പോണത് അല്ലേ. നമുക്കിന്ന് വളാഞ്ചേരിക്ക് പോയിട്ട് ഇവള് പഠിച്ച പഴയ സ്കൂളിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ നമുക്ക് ഇവർക്ക് സ്കൂളും ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാം. പിന്നെ ഞങ്ങളോടൊന്ന് പോകുന്ന ശേഷം ഇവരൊന്നും പഴയ വീട് കണ്ടിട്ടുണ്ടല്ല. അപ്പോൾ ഓനക്കൊക്കെ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുപോകണതാണ് കേട്ടോ. ഓനക്കൊന്നും വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷെ ഈ വായോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോകണതാണ്. ഞങ്ങൾ അങ്ങനെ എങ്ങോട്ട് പോവാറില്ല, ആ ഭാഗത്തേക്ക് അധികം പോവാൻ ശ്രമിക്കാറില്ല സത്യം. അതെ, അപ്പൊ നമുക്ക് ഇന്നിപ്പോ ആ ഭാഗത്ത് പോയി അവിടെ ആവില്ലല്ലോ. പിന്നെ അമ്മ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നോക്കിയപ്പോ അതിന്റെ മതിലൊക്കെ എന്തൊക്കെയാ മാറ്റിയ പോലെ എനിക്ക് തോന്നി. അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടു പോരാം. നമ്മളവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പൊ പുതുതായിട്ട് ആൾക്കാർ വന്നപ്പോ എന്താണ് മാറ്റം? ഞാൻ വീഡിയോ ചെയ്തപ്പോ ഓൾക്കൊരു ആകാംക്ഷ, എങ്ങനെയാണ് ആരാ എന്താ മാറ്റിക മതി, അധികം വർത്താനം പറഞ്ഞിട്ട് കിട്ടാൻ സമയമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്ന് സ്വിഗ്ഗിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. സ്വിഗ്ഗിനല്ലേ? അതെ, സ്വിഗ്ഗി. 500 എടുക്കുക. 500 അതിൽ 250 ഇല്ലല്ലോ. പക്ഷേ 500-ന് 230 കുറച്ചത്ര 270. എന്താണ് നമ്മളിന്ന് ഞങ്ങൾ മടി കാരണം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് ഇറക്കി. എന്താ അത്? ഇലക്ഷൻ ഒക്കെ അല്ലേ. അപ്പൊ നമ്മളിന്ന് കുറച്ച് വൈകിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത്. അപ്പൊ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്നാക്കാന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ട് വേണ്ടേ? ഇടക്കും തലക്കൊക്കെ ഇങ്ങനെ ആക്കുള്ളൂ, എപ്പോഴും ആക്കൊന്നുമില്ല. അപ്പൊ കാരണം അമ്മക്ക് ഡെയിലി പുട്ട് വേണം. ഇത് കൊണ്ടുവെക്ക്. ക്യാമറ ഉള്ളിക്കണ് കയറിയിട്ട് എന്താ കാര്യം? എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റ് ഒരു ഉപ്മാവ് പോലും അമ്മക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കറക്റ്റ് ഫുഡ് വേണമെന്നാ പറയാറ്. ഒന്നിലെ ദോശ അല്ലെങ്കിൽ പുട്ടാണ് മെയിൻ. തേങ്ങ ഉണ്ടാവും പുട്ട്. നമുക്ക് നല്ല ഫുഡ് വെച്ചിട്ട് വരാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കുന്നുണ്ടാവും, എന്തൊരു അടിപൊളി ജീവിതമാണ് അവർക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയാൽ മതി, ഇഷ്ടമുള്ളപ്പോൾ കിടന്നുറങ്ങാം, എഴുന്നേക്കാം എന്നുള്ളതൊക്കെ. കാരണം അങ്ങനെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയെ കൂടി കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ അവസ്ഥ എനിക്കും പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഈ ഒരു അവസ്ഥയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്.
ഒരു പ്രതികൂല കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ കൂടി വിശ്വസിക്കാൻ വയ്ക്കാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതാണ് കേട്ടോ. ഇങ്ങോട്ട് എത്തിപ്പെടാനും ഞാൻ അത്രയും പ്രതികൂല സാഹചര്യമുള്ള വീട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയൊരു സർവൈവറാണ് കേട്ടോ. അത് ചില സമയത്ത് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. എടുത്ത് കുടിച്ചൂടി ചെല്ലായേ. അപ്പോൾ നമ്മൾ അങ്ങനെ പിഷാരിഡീസ് അല്ലല്ലേ? ഓക്കെ, ഇത് നല്ല ദോശ ആടി. പിഷാരിഡീസ് ആണെങ്കിൽ എന്താണെന്നറിയോ, അത് വാഴയിലയിലൊക്കെ അറിയാം. ഇത് വാഴയിലയിലല്ല, അലുമിനിയം ഫോയിലാണ്. ഓക്കെ, എന്നാലും സാരമില്ല. പിന്നെ നമ്മൾ ഒരു ചുവന്ന ചട്ടണി, പിന്നെ സാമ്പാർ. സാമ്പാർ നല്ല ടൈറ്റ് ആയിട്ടായിരിക്കുന്നു. അങ്ങനെ നമ്മൾ ദോശ എടുക്കുന്നു, മുക്കുന്നു, കഴിക്കുന്നു. ഇത്രയും ഒരു 3 ദോശക്ക് എത്ര രൂപ തന്നോ? 230. 230. വലിയ കുഴപ്പമൊന്നുമില്ല. ഒറ്റ ദോശ വെച്ചാൽ തന്നെ നമുക്ക് പയറ് അറിയും. അങ്ങനെ നമ്മളെ ചാവിടെല്ലാം കഴിഞ്ഞിട്ടേ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ഞാനിന്ന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇടാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊരു അത് എൻ്റെ മോളുടെ ഡ്രസ്സാണ്. അപ്പോൾ ഇതിമേ കുറച്ചൊന്നും ഇങ്ങോട്ട് സ്റ്റിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. നമ്മൾ ഇന്ന് ഒരു ഈവനിങ് വോട്ട് ചെയ്യാൻ പോകാമെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ രാവിലെ, അല്ലെങ്കിൽ നമ്മൾ നല്ല രാവിലെ പോകണം. അത് നമ്മൾ ഇവിടുന്ന് 1 കിലോമീറ്ററോളം, അല്ല 1 കിലോമീറ്റർ അല്ല, 1 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് വളാഞ്ചേരി എത്താൻ. അപ്പോൾ എന്തായാലും രാവിലെ പോക്ക് നടക്കൂല. അപ്പോൾ വൈകുന്നേരം പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇനി ഇത് തുന്ന് അയക്കണം, പിന്നെ വേറെയും കുറേ പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി വൈകുന്നേരം കാണാം. അപ്പോൾ നമ്മളെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് നമ്മൾ വളാഞ്ചേരിക്ക് പോകാൻ പോകണം കേട്ടോ. വളാഞ്ചേരിക്ക് എന്തിനാണ് പോകുന്നത്? ഞാനാണ് ശരിക്കും പോകുന്നത്. എനിക്കില്ല ഗൈസ്, വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ പോയിച്ചു. എന്തായാലും ഇന്നും കൂടെ പഠിച്ച IRS അവിടെയാണ് IRHS 5 മുതൽ 10 വരെ പഠിച്ച. അപ്പോൾ ആ സ്കൂളിലാണ് പോളിംഗ് ബൂത്ത്. അപ്പോൾ എന്താണെങ്കിലും ഇവർക്ക് സ്കൂൾ കൂടി കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഒറ്റക്ക് പോകണമെന്ന് വെച്ചിട്ട് കൂടെ പോണതാണ്. ആൾക്ക് സ്കൂൾ കാണാൻ അത്രക്ക് അവരെ പഠിച്ച സ്കൂളിനോടൊരു സ്നേഹമില്ലാത്ത മക്കളെ ഞാൻ ആദ്യമായിട്ടാണ്. എന്താണെങ്കിലും നമുക്ക് താഴെ വണ്ടി വന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വോട്ട് ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യുന്നതൊക്കെ ചെറുതായിട്ടൊക്കെ വീടെടുത്ത് പുറത്തേക്ക് ഇട്ട കേസാണ്. ആയിക്കോട്ടെ, അപ്പോൾ കുഴപ്പമില്ല. കാണാം, ശരി. നമ്മൾ ഏകദേശം ഒരു 5 മണിയായിട്ടോ അങ്ങോട്ട് എത്തിയപ്പോൾ. 5 മണിയായ കാരണം കൊണ്ട് തന്നെ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കയറിയിട്ട് വോട്ടൊക്കെ ചെയ്തിട്ട് വേഗം വരാൻ പറ്റി കേട്ടോ. പിന്നെ അവിടെ കുഞ്ഞാപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പാനോടൊക്കെ ഒന്ന് സംസാരിച്ച് വർത്താനം പറഞ്ഞിട്ട് നമ്മൾ വോട്ട് ചെയ്ത് തിരിച്ചു പോകും. ഗൈസ്, ആദ്യമായിട്ട് മനുഷ്യൻ നല്ല വൃത്തിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു വൃത്തിയില്ലാണ്ട് തേച്ചത്. കുറേ കാലത്തിന് ശേഷം ഈ പഠിച്ചെൻ്റെ സ്കൂളുണ്ടെന്ന് തോന്നുന്നു. അത് പറയും. നമ്മൾ ഈ ചില റീലിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിറങ്ങിയ ശേഷം നമ്മളെ സ്കൂള് വൻ വിജയമായിട്ട് പോകുന്നു. ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? സ്കൂള് നല്ല വമ്പിച്ച നല്ല നല്ല മാറ്റങ്ങളല്ലേ. നെറ്റ് വെക്കാൻ കാരണം എന്താ അറിയോ? മേ ബി ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുമ്പോഴേ തട്ടാരിക്കണ നെറ്റൊക്കെ വെച്ചിട്ട് പണ്ട് ക്ലാസ്സൊക്കെ കയറി വന്നിരുന്നു. ഞങ്ങളോട് പോട്ടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മീറ്റിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കൂടി ഇറങ്ങാൻ ഞാൻ ഹീൽസിന്റെ ചെരുപ്പാണല്ലോ ഇടുക. അപ്പൊ ഹീൽസിന്റെ ചെരുപ്പിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഹീൽസിന്റെ ചെരുപ്പിട്ടിട്ട് ഞാൻ ഇവിടെ കൂടി ഇറങ്ങാൻ ബുദ്ധിമുട്ടിയിരുന്നു. ഇപ്പോഴത്തെ പാരൻസിനൊക്കെ നല്ല സുഖമായിട്ട് ഇവർ ഇന്റർലോക്ക് കിട്ടിട്ടുണ്ട് സ്കൂളിൽ. ഇപ്പോഴേ അല്ല, ഇതിപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഒരു പ്രൊമോഷൻ കൂടി ആയല്ലോ ഇപ്പോൾ ഇത്. എന്തായാലും ഇനി നമ്മൾ 5 മുതൽ 10 വരെ അല്ലേ പഠിച്ച സ്കൂൾ. സായിക്കുട്ടി അവിടെ എന്തോ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സായിക്കുട്ടി മോണ്ടിസോറിയൊക്കെ പഠിച്ച സ്കൂളാണിത്. സായിക്കുട്ടിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം. എന്താണ് പഠിച്ച സ്കൂളൊക്കെ കണ്ടിട്ട് തോന്നുന്നു? ഇപ്പം വന്നത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ വന്നത് ഇങ്ങോട്ട് ആയോ ചോദിക്കട്ടെ. ഈ ബ്ലോക്കിലാണ് സായിക്കുട്ടി മോണ്ടിസോറി പഠിച്ചത് അല്ലേ? 3-ാമത്തെ ബ്ലോക്കിൽ ആദ്യമായിട്ട് ഇത് എന്തപ്പോൾ കഴിച്ചോണ്ടിരുന്നു? എന്താ പൊട്ടിച്ചോണ്ടിരുന്നു? നീ നിർബന്ധിച്ചു കൊടുന്നല്ലോ എന്നെ. ഇപ്പം എനിക്ക് സന്തോഷമായോ സ്കൂളൊക്കെ കണ്ടപ്പോൾ? കുഴപ്പമില്ല.
പിന്നെ നമ്മൾ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ ഒന്ന് വീടും കൂടിയും ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു. സായക്കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം വീടൊന്ന് കണ്ടു നോക്കാം എന്നുള്ളത്. ഞാൻ പിന്നെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നോൾക്ക് പിന്നെ കാണാൻ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ സായക്കുട്ടിൻ്റെ റിക്വസ്റ്റ് പ്രകാരം വീടൊന്ന് കണ്ടേച്ചും പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ ഇതിൻ്റെ പടിക്കന്ന് മറ്റേ എന്താ പറയുക, ഒരിക്കലും ഈ വീടിൻ്റെ പടി ചവിട്ടാനൊക്കെ ഗതികേട് വരുത്തല്ലേ പറഞ്ഞാൽ പോയിരുന്നത്. പക്ഷെ ഞാൻ തന്നെ കയറി വന്നിക്കണം ഇപ്പോൾ. ഈ പെയിന്റിങ്സ് നമ്മൾ പട്ടാമ്യത്തെ വീട്ടിൽ നിന്ന് കൊടുന്നിരുന്നു അല്ലേ, നമ്മളത് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല കേട്ടോ. ഞാനിവിടെ വന്നിട്ട് വീഡിയോ മൊത്തം സ്ലോ മോഷനായിട്ടാണ് വന്നത്. കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്നതായിരുന്നു, പക്ഷെ പിന്നെ എല്ലാ വീഡിയോയും സ്ലോ മോഷനിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ആൾതാമസം ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണെന്നുണ്ടെങ്കിലും എൻ്റെ സായിക്കുട്ടിയാണെങ്കിലും ശരി, ഇന്നുമോളാണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വീടും സ്ഥലമാണ് ഇത്. നമ്മളിവിടുന്ന് എത്ര ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടുത്തെ പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മകളുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന സാധനങ്ങളാണല്ലോ. എൻ്റെ ചാനൽ ഇവിടുന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരുപാട് സ്ക്രിപ്റ്റഡ് വീഡിയോസ് അതൊക്കെ നമ്മൾ ഭയങ്കര ഓർമ്മയാണ്. ഈ ഒരു മരം കണ്ടില്ലേ, നമ്മളിത് ഷെബിനെയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരൊരു പ്രകൃതി ദിനത്തിന് വേണ്ടിയിട്ട് പ്രകൃതി ദിനത്തിലൊരു ചെടി കുഴിച്ചിട്ടിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കുഴിച്ചിട്ടതായിരുന്നു ആ ഒരു പട്ടമരം. അതൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വലുതായിരിക്കണം. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് നമ്മളിത് അവിടെ ഇതുണ്ടായിരുന്നില്ല, ഇത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ഓർമ്മകളൊക്കെ കുറച്ച് അയവിറക്കി. ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റൂലേ എന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഈ വീട് ആരാ വാങ്ങിച്ചിരിക്കുന്നത്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഈ വീടും ഈ ഒരു സ്ഥലവും ഈ ഒരു പരിസരവും നമ്മളെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു സംഭവമായ കാരണം കൊണ്ടാണ് കേട്ടോ വീണ്ടും ഇതൊന്ന് കാണാൻ വരാൻ ആഗ്രഹം തോന്നിയത്. ഈ വീട്ടിൽ ആരോ താമസിക്കേണ്ടത് തോന്നുന്നത് നമുക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവന് റൂമിൻ്റെ അകം കാണാലോ, അമ്മ ഈ ജനൽ ഏകദേശം തുറന്നു കിടക്കണ പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടി ചെറുതായിട്ട് കൂളിങ്ങുള്ള ഗ്ലാസ് അല്ലേ, അപ്പോൾ റൂമിൻ്റെ അകം കാണാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ നോക്കിയത്. സംഗതി മോശമാണെന്നറിയാം എങ്കിലും കൂടി അതിൻ്റെ ഉള്ളിൽ ആൾതാമസം ഇല്ലാതെ ഞങ്ങൾ കരുതിയത് കേട്ടോ. പക്ഷെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെ നോക്കിയപ്പോൾ ഇന്നുമോൾ സായിക്കുട്ടി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബെഡൊക്കെ വിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേണ്ട ഇനി നോക്കണ്ട, നമുക്ക് വേഗം തിരിച്ചു പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു പോയി. അങ്ങനെ നമ്മൾ ഏതാണ് എന്നാ വാങ്ങിച്ചോ, നിനക്കെന്തൊക്കെ വേണോ സയാൻ, നിനക്കെന്തൊക്കെ വേണം? പിന്നെ നമ്മൾ തിരിച്ചു പോണ വഴി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേക്കപ്പ ഉണ്ടാവില്ലേ, അപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ ദേക്കപ്പ, അവിടെ കുറേ സ്നാക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുറേ മുട്ട ബജിയും പഴംപൊരിയും അങ്ങനെ കുറേ സ്നാക്സ് വാങ്ങിച്ചിട്ട് അതും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരുന്നു. ഭയങ്കര മനസ്സിന് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഏകദേശം ഇപ്പോൾ 6 മണിയാകുമ്പോൾ തന്നെ റിട്ടാവുമല്ലോ. അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ വാസസ്ഥലത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനെ അതാ ഗൈസ് നമ്മൾ വോട്ടെല്ലാം ചെയ്തിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വർഷം വോട്ട് ചെയ്തിക്കണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ വോട്ട് ചെയ്തിട്ട് ഒരു അമ്മായിയൊക്കെ നാട്ടിലുണ്ടാകുമ്പോൾ തോന്നുന്നു എന്തോ ചെയ്തിട്ട് തോന്നുന്നു. എന്തായാലും വോട്ട് നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട്. വോട്ട് ചെയ്തു. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പഴയ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്? അടിപൊളി സ്കൂളാക്കിയിരുന്നു. അത്രേ പറയാനുള്ളൂ. ഓവറോൾ വീടൊക്കെ കണ്ടപ്പോൾ രസമുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയാണ്. ഞങ്ങളിനി നല്ല ക്ഷീണമുണ്ട് അല്ലേ, ഫുഡ് കഴിക്കാനില്ല, നമ്മൾ ചായ കുടിച്ച് വന്നതാണ്, അതുകൊണ്ട് പിന്നെ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എത്രയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാ പ്രിയ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും.